എറണാകുളം ജില്ലയിൽ കിഴക്കമ്പലം പുക്കാട്ടുപടി സെൻട്രൽ ബൈപ്പാസ് റോഡിൽ നിന്നിട്ട് വളരെ അടുത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു 4 BHK ബഡ്ജറ്റ് വീടിൻ്റെ വിശേഷവുമായിട്ടാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ഇവിടെ നിന്നുള്ള ഡിസ്റ്റൻസ് പറയുകയാണെന്നുണ്ടെങ്കിൽ പുക്കാട്ടുപടി ടൗണിലേക്ക് ഏകദേശം 3 കിലോമീറ്ററും കഴക്കമ്പലം ടൗണിലേക്ക് ഏകദേശം 1.5 കിലോമീറ്ററും കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് ഏകദേശം 10 കിലോമീറ്ററും കൂടാതെ തൃപ്പൂണിത്തുറയിലേക്കും എടപ്പള്ളി ടൗണിലേക്കും എല്ലാം വളരെ ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു ലൊക്കേഷൻ കൂടിയാണ് വീട് സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം 10ഓളം വില്ലകൾ വരുന്ന ഒരു വില്ല കമ്മ്യൂണിറ്റിയിൽ വരുന്ന മെയിൻ റോഡ് ഫ്രണ്ടേജ് ആയിട്ട് വരുന്ന ഒരു വീടിൻ്റെ വിശേഷവുമായിട്ടാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ഇനി നമുക്ക് വീടിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വന്നു കഴിഞ്ഞാൽ 4,400 സെൻറ്റിൽ 2000 സ്ക്വയർ ഫീറ്റോളം വരുന്ന 4 BHK അറ്റാച്ച്ഡ് കൂടാതെ യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യത്തോടു കൂടി ഒരേ സമയം 2 വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ പറ്റുന്ന വീടാണ് നമ്മളിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഈ വില്ല കമ്മ്യൂണിറ്റി സ്ഥിതി ചെയ്യുന്നത് കിഴക്കമ്പലം 2020 പഞ്ചായത്തിൻ്റെ കീഴിലായിട്ടാണ് വരുന്നത്. ഇനി നമുക്ക് വീടിൻ്റെ എലവേഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ പടിഞ്ഞാറ് ദർശനമായിട്ടാണ് വീടിൻ്റെ എലവേഷൻ കൊടുത്തിരിക്കുന്നത്. ഒരു കൊളോണിയൽ സ്റ്റൈൽ എലവേഷനാണ് വീടിന് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഒരു വൈറ്റ് കളർ പാറ്റേണിൽ ഗ്ലാഡിംഗ് സ്റ്റോണിൻ്റെ വർക്കുകളും LED ലൈറ്റിങ്ങുകളും ടൈപ്പ് സ്ട്രക്ചറുകളെല്ലാം കൊടുത്തിട്ട് ഭംഗിയിൽ തന്നെയാണ് വീടിൻ്റെ എലവേഷൻ നമ്മൾക്ക് കാണാൻ കഴിയുന്നത്. നമ്മൾ മുന്നേ പറഞ്ഞതുപോലെ തന്നെ ഏകദേശം 10 വില്ലകൾ അടങ്ങുന്ന ഒരു കമ്മ്യൂണിറ്റിയിൽ മെയിൻ റോഡ് ഫ്രണ്ടേജ് ആയിട്ട് വരുന്ന ഒരേ സമയം 2 വാഹനങ്ങൾ പാസ് ചെയ്യാൻ പറ്റുന്ന സൗകര്യമുള്ള ടാർ റോഡ് ഫ്രണ്ടായിട്ടാണ് വീട് വരുന്നത്. ഇനി നമുക്ക് വീടിൻ്റെ കോമ്പൗണ്ട് വാളിലേക്ക് വന്നു കഴിഞ്ഞാൽ വീടിനോട് ആപ്റ്റ് ആവുന്ന രീതിയിലുള്ള ഫുൾ വൈറ്റ് പാറ്റേണിലും ഒരു ബ്ലാക്ക് ഗ്ലാഡിംഗ് സ്റ്റോണിൻ്റെ വർക്കുകൾ കൊടുത്തിട്ടുള്ള കോമ്പൗണ്ട് വാൾ വരുന്നുണ്ട്. 4-way LED ലൈറ്റിങ്ങുകൾ വരുന്നുണ്ട്. ഇനി നമുക്ക് പില്ലറിൻ്റെ ഗേറ്റ് ലൈറ്റിൻ്റെ പില്ലറിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെയും നല്ല രീതിയിൽ ഗേറ്റ് ലൈറ്റുകൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഒരു 16 അടിയോളം വരുന്ന സ്ലൈഡിങ് ഗേറ്റ് കൊടുത്തിട്ടുണ്ട്. HPL ഷീറ്റെല്ലാം കൊടുത്ത് GI ഫ്രെയിം വർക്ക് കൊടുത്ത് ഭംഗിയിൽ തന്നെയാണ് വരുന്നത്. ഒരു സൈഡിലേക്ക് തുറക്കാൻ പറ്റുന്ന ഫോൾഡിങ് ഗേറ്റുകളുടെ സൗകര്യം വരുന്നുണ്ട്. അവിടെ നിന്നിട്ട് നമ്മൾ കോമ്പൗണ്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ കോമ്പൗണ്ടിൽ മുഴുവനായിട്ടും ബാംഗ്ലൂർ സ്റ്റോണാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ആർട്ടിഫിഷ്യൽ ഗ്രാസിൻ്റെ വർക്കുകൾ പെൻഡിങ് നിൽക്കുന്നുണ്ട്. ഇനി പോർച്ചിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു വലിയ XUV ഒക്കെ പാർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പോർച്ചാണ് നമുക്ക് കിട്ടുന്നത്. തൂണിൽ നല്ല രീതിയിലൊരു ബ്ലാക്ക് ഗ്ലാഡിംഗ് സ്റ്റോണിൻ്റെ വർക്കുകൾ വരുന്നുണ്ട്. സിറ്റ് ഔട്ടിലും ഗ്ലാഡിംഗ് സ്റ്റോണിൻ്റെ വർക്കുകൾ കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഒരു 3 പാളി വിൻഡോയുടെ സൗകര്യം നമുക്ക് ഫ്രണ്ട് എലവേഷൻ്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. ഒരു ഇലക്ട്രിക് വാഹനങ്ങൾ ചാർജ് ചെയ്യാൻ പറ്റുന്ന പ്ലഗ് പോയിന്റുകൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ സൈഡിൽ നല്ല രീതിയിൽ സെറ്റ് ബാക്ക് എല്ലാം കൊടുത്ത് മെറ്റൽ ചിപ്സ് ഒക്കെ വിരിച്ചിട്ടാണ് വീടിൻ്റെ സെറ്റ് ബാക്ക് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അവിടെ നിന്നിട്ട് നമ്മൾ വരുന്നത് വീടിൻ്റെ അഡീഷണൽ പാർക്കിംഗ് സ്പേസിലേക്കാണ്. ഇവിടെയും വലിയൊരു XUV ഒക്കെ പാർക്ക് ചെയ്യാൻ പറ്റുന്ന സൗകര്യം നമുക്ക് കിട്ടുന്നുണ്ട്. ഇവിടെയായിട്ട് ചെറിയൊരു ബ്രിക്ക് മോഡലിലുള്ള ടെക്സ്ചർ വർക്കുകൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഒരു പ്ലാന്റ് ഒക്കെ വെച്ചിട്ടുള്ള ഭംഗിയിൽ തന്നെ അറേഞ്ച് ചെയ്യുന്ന 4-way ജംഗ്ഷൻ ലൈറ്റുകൾ വരുന്നുണ്ട്. ഈ സൈഡിൽ നല്ല രീതിയിൽ സെറ്റ് ബാക്ക് എല്ലാം കൊടുത്തിട്ട് മെറ്റൽ ചിപ്സ് ഒക്കെ അറേഞ്ച് ചെയ്തിട്ട് തന്നെയാണ് ഈ ഏരിയയും കൊടുത്തിരിക്കുന്നത്. ഇവിടെയുമായിട്ടൊരു 3 പാളി വിൻഡോയുടെ സൗകര്യം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അവിടെ നിന്ന് നമ്മൾ നേരെ വരുന്നത് ഇവിടുത്തെ സിറ്റ് ഔട്ടിലേക്കാണ് വരുന്നത്. ഫ്ലോറിൽ മുഴുവനായിട്ടും ഒരു ബ്ലാക്ക് കളർ ഗ്രാനൈറ്റാണ് കൊടുത്തിരിക്കുന്നത്. ഒരു ചെയറൊക്കെ ഇട്ടിരിക്കാൻ പറ്റുന്ന സൗകര്യങ്ങൾ വരുന്നുണ്ട്. തൂണിലായിട്ട് ഗ്ലാഡിംഗ് സ്റ്റോണിൻ്റെ വർക്കുകൾ വരുന്നുണ്ട്. എൻ്റെ ഫ്രണ്ട് ഡോർ വരുന്നത് പടിഞ്ഞാറ് ദിശയിലേക്കാണ് വരുന്നത്. 2 പാളി ഡോറാണ് കൊടുക്കാൻ ശ്രദ്ധിച്ചിരിക്കുന്നത്. കട്ടിലെല്ലാം ആഞ്ഞിലിയിലും ഡോറുകളെല്ലാം മഹാഗണിയിലുമാണ് കൊടുത്തിരിക്കുന്നത്. അവിടെ നിന്നിട്ട് നമ്മൾ നേരെ വരുന്നത് വീടിൻ്റെ ലിവിങ് സ്പേസിലേക്കാണ് വരുന്നത്. അത്യാവശ്യം വലിയൊരു കോർണർ സെറ്റൊക്കെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന സൗകര്യങ്ങൾ വരുന്നുണ്ട്. ഫ്രണ്ട് എലവേഷൻ്റെ ഭാഗമായിട്ടൊരു 3 പാളി വിൻഡോ തെക്ക് ഭാഗത്തേക്ക് വരുന്നുണ്ട്. ഈ സൈഡിലായിട്ട് പർഗോള ഡിസൈൻ വർക്കുകൾ ഗ്ലാസ് ഫ്രെയിം ഒക്കെ കൊടുത്ത് ഭംഗിയിൽ തന്നെയാണ് നമുക്ക് കൊടുത്തിരിക്കുന്നത്. ഒരു കോർണർ സെറ്റൊക്കെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന സൗകര്യം നമുക്കിവിടെ കിട്ടുന്നുണ്ട്. നല്ല രീതിയിൽ ഫോൾ സീലിംഗ് വർക്കുകൾ കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇനി ഈ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെയും ഒരു TV യൂണിറ്റിൻ്റെ സൗകര്യങ്ങളും ഷെൽഫ് വർക്കുകളും താഴെയായിട്ട് ഡ്രോയുടെ സൗകര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ബിഹൈൻഡിലായിട്ട് നല്ലൊരു സീനറി വർക്കുകളൊക്കെ ഭംഗിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ലൂവർ പാനലിംഗ് കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അവിടെ നിന്നിട്ട് നമ്മൾ നേരെ വരുന്നത് ഡൈനിങ് സ്പേസിലേക്കുള്ള ഒരു പാസേജിലേക്കാണ്. നല്ല രീതിയിൽ പാർട്ടീഷൻ വർക്കുകൾ ഒരു വുഡൻ പാറ്റേണിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇനി ഡൈനിങ് സ്പേസിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു 10 സീറ്റർ ഡൈനിങ് ടേബിളൊക്കെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന സൗകര്യം നമുക്ക് ഡൈനിങ് റൂമിൽ കിട്ടുന്നുണ്ട്. നല്ലൊരു കളർ പാറ്റേണിലുള്ള ടൈലാണ് എൻ്റയർ വീട് കൊടുക്കാൻ ശ്രദ്ധിച്ചേക്കുന്നത്. ഈ ഭാഗത്തായിട്ടൊരു വാഷ് കൗണ്ടറിൻ്റെ സൗകര്യങ്ങൾ വരുന്നുണ്ട്. ലൂവർ പാനലിങ്ങും കൗണ്ടർ ടോപ്പ് വാഷ് ബേസിൻ സെറയുടെ തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. താഴെയായിട്ട് സ്റ്റോറേജ് സ്പേസുകൾ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റെയറിൻ്റെ താഴ്വശത്തായിട്ട് പർഗോളയുടെ ഒരു ഡിസൈൻ വർക്ക് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പുറകിലായിട്ട് ഗ്ലാസ്സൊക്കെ കവർ ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിൽ ഫോൾ സീലിംഗ് വർക്കുകൾ കൊടുക്കാൻ ഭംഗിയിൽ തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇനി ഈ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ചെറിയൊരു ഫ്രെയിം വർക്കൊക്കെ ചെയ്തിട്ട് വാൾപേപ്പറിൻ്റെ വർക്കൊക്കെ ചെയ്ത് ഭംഗിയിൽ തന്നെയാണ് ഈ ഒരു ഏരിയ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇനി അവിടെ നിന്നിട്ട് നമ്മൾ നേരെ വരുന്നത് ഇവിടെൻ്റെ കിച്ചൻ്റെ ഭാഗത്തേക്കാണ്. ഒരു ഓപ്പൺ കിച്ചൺ കൺസെപ്റ്റ് തന്നെയാണ് കിച്ചൺ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന. ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറിൻ്റെ സൗകര്യങ്ങൾ വരുന്നുണ്ട്. 2 ഹാങ്ങിങ് ലൈറ്റുകളും അതിൻ്റെ സൈഡിലായിട്ടൊരു ഷെൽഫിൻ്റെ സൗകര്യങ്ങളും കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. നേരെ കിച്ചണിലേക്ക് എൻ്റർ ചെയ്താൽ ഫ്ലോറിലായിട്ടൊരു മാറ്റ് ഫിനിഷ് വുഡൻ കളറിൽ വരുന്ന ടൈലാണ് കൊടുത്തിരിക്കുന്നത്. വടക്ക് കിഴക്കേ മൂലയിട്ടാണ് കിച്ചൻ്റെ സ്ഥാനം വരുന്നത്. കിഴക്ക് ഭാഗത്തേക്ക് ചിമ്മിണി വെക്കാനുള്ള പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട്.
ഒരു എൽ ഷേപ്പിൽ വരുന്ന ഒരു ബ്ലാക്ക് കളർ ഗ്രാനൈറ്റാണ് ടോപ്പായിട്ട് കൊടുത്തിരിക്കുന്നത്. താഴെയും മേളിലുമായിട്ട് നല്ല സ്റ്റോറേജ് സ്പേസുകൾ വരുന്നുണ്ട്. കിഴക്ക് ഭാഗത്തേക്ക് 3 പാളി വിൻഡോ കൊടുത്തിട്ടുണ്ട്. വടക്ക് ഭാഗത്തും 2 പാളി വിൻഡോയുടെ സൗകര്യങ്ങൾ വരുന്നുണ്ട്. വടക്ക് ഭാഗത്തായിട്ട് ഒരു ക്വാളിറ്റിയുള്ള സിങ്കും സെറയുടെ തന്നെ 2 ടാപ്പും കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. നല്ല രീതിയിൽ ഫോൾ സീലിംഗ് വർക്കുകളും LED ലൈറ്റിങ്ങുകളും ഇവിടെയും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇനി നമ്മൾ ഡോറ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ഇവിടെ ചെറിയൊരു വർക്ക് ഏരിയ ഒക്കെ അറേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയൊരു സ്പേസ് നമുക്ക് കിട്ടുന്നുണ്ട്. ഇവിടെ ഈ മെറ്റൽ ചിപ്സാണ് വിരിച്ചിരിക്കുന്നത്. ഇവിടെ കവർ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഒരു കിച്ചണൊക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന സൗകര്യമുണ്ട്. വടക്ക് കിഴക്കേ മൂലയിലായിട്ടാണ് കിണറിൻ്റെ സ്ഥാനം വരുന്നത്. ശുദ്ധമായ കിണർ വെള്ളം കിട്ടാനുള്ള സൗകര്യമുണ്ട്. കൂടാതെ KW വാട്ടർ കണക്ഷൻ നമുക്ക് അവൈലബിൾ ആണ്. അവിടെ വന്നിട്ട് നമ്മൾ നേരെ വരുന്നത് ഈ വീടിൻ്റെ താഴത്തെ നിലയിലെ 1ാമത്തെ ബെഡ്റൂം സ്പേസിലേക്കാണ് വരുന്നത്. നല്ല അത്യാവശ്യം വലിപ്പമുള്ളൊരു ബെഡ്റൂം സ്പേസ് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. ഏകദേശം ഒരു 130ഓളം സ്ക്വയർ ഫീറ്റ് വരുന്ന ബെഡ്റൂം സ്പേസാണ് വരുന്നത്. നല്ല രീതിയിൽ ഫോൾ സീലിംഗ് വർക്കുകളും LED ലൈറ്റിങ്ങുകളും കൊടുത്തിട്ടുണ്ട്. പടിഞ്ഞാറ് ഭാഗത്തായിട്ട് 3 പാളി വിൻഡോയുടെ സൗകര്യം വരുന്നുണ്ട്. വടക്ക് ഭാഗത്തായിട്ട് 2 പാളി വിൻഡോ സൗകര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഒരു ബേ വിൻഡോ കൺസെപ്റ്റിൽ വരുന്ന കബോർഡ് വർക്കുകൾ കൊടുത്തിട്ടുണ്ട്. ഒരു ഭിത്തി ഫുള്ളായിട്ട് കിട്ടുന്ന രീതിയിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഒരു ഡ്രസ്സിങ് മിററിൻ്റെ സൗകര്യങ്ങൾ കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അവിടെ വന്നിട്ട് നമ്മൾ നേരെ വരുന്നത് വീടിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം സ്പേസിലേക്കാണ്. സെറയുടെ തന്നെ സിംഗിൾ പീസ് ക്ലോസറ്റും ഡൈവേർട്ടറും സ്പൗട്ടും റെയിൻ ഷവറും എല്ലാം കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട്. അവിടെ നിന്ന് നമ്മൾ നേരെ പോകുന്നത് വീടിൻ്റെ താഴത്തെ നിലയിലെ മാസ്റ്റർ ബെഡ്റൂം കൺസെപ്റ്റിലുള്ള ബെഡ്റൂമിലേക്കാണ് പോകുന്നത്. ഏകദേശം ഒരു 145ഓളം സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു ബെഡ്റൂം സ്പേസാണ്. തെക്ക് പടിഞ്ഞാറ് മൂലയിലായിട്ടാണ് വരുന്നത്. പടിഞ്ഞാറ് ഭാഗത്ത് 2 പാളി വിൻഡോയുടെ സൗകര്യം വരുന്നുണ്ട്. അതുപോലെ തെക്ക് ഭാഗത്ത് 3 പാളി വിൻഡോയുടെ സൗകര്യം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. നല്ല രീതിയിൽ ഫോൾ സീലിംഗ് വർക്കുകളും LED ലൈറ്റിങ്ങുകളും കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്തായിട്ടൊരു 4 പാളി കബോർഡ് വർക്കുകൾ കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അത്യാവശ്യം സ്റ്റോറേജ് സ്പേസുകൾ കിട്ടുന്ന രീതിയിൽ തന്നെയാണ് വരുന്നത്. ഇവിടെ ഒരു ഡ്രസ്സിങ് മിററിൻ്റെ സൗകര്യവും ഒരു ലാപ്ടോപ്പൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സ്റ്റഡി ടേബിളിൻ്റെ സൗകര്യവും കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്ന് നമ്മൾ നേരെ വരുന്നത് ഇവിടിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം സ്പേസിലേക്കാണ്. ഇവിടെയും സെറയുടെ തന്നെ സിംഗിൾ പീസ് ക്ലോസറ്റും ഡൈവേർട്ടറും സ്പൗട്ടും റെയിൻ ഷവറും ഒരു വാഷ് കൗണ്ടറും കൊടുക്കാൻ പ്രത്യേകം ബിൽഡർ ശ്രദ്ധിച്ചിട്ടുണ്ട്. അവിടെ നിന്ന് നമ്മൾ നേരെ വരുന്നത് വീടിൻ്റെ സ്റ്റെയറിൻ്റെ ഭാഗത്തേക്കാണ്. ഒരു ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് സ്റ്റെയർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. വാക്ക് വേലായിട്ട് ഒരു വുഡൻ കളറിൽ വരുന്ന മാറ്റ് ഫിനിഷ് ടൈലാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇനി ഹാൻഡ് റെയിലിനായിട്ടൊരു GI ഫ്രെയിമിൽ വുഡൻ ടോപ്പ് കൊടുത്തിട്ടുണ്ട്. താഴെയായിട്ട് ഇൻവെർട്ടർ ക്യാബിൻ സൗകര്യങ്ങൾ കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. സ്റ്റെയർ കയറി നമ്മൾ മുകളിലേക്ക് എത്തുമ്പോൾ ഹാൻഡ് റെയിലിൻ്റെ കണ്ടിന്യൂഷൻ നമുക്ക് കിട്ടുന്നുണ്ട്. അത്യാവശ്യം ഒരു ഡബിളൈറ്റ് സ്ട്രക്ചറിൽ തന്നെയാണ് ഇവിടുത്തെ സ്റ്റെയർ ഏരിയ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഒരു ചെറിയ ഷാൻലിയറിൻ്റെ വർക്കുകൾ കൊടുത്തിട്ടുണ്ട്. നല്ല രീതിയിൽ ഫോൾ സീലിംഗ് വർക്കുകൾ കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഈ ഭിത്തിയിലായിട്ടൊരു പർഗോള ഡിസൈനും ഒരു ഗ്ലാസിൻ്റെ വർക്കൊക്കെ കൊടുത്ത് ഭംഗിയിൽ തന്നെയാണ് ബിൽഡർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അവിടെ വന്നിട്ട് നമ്മൾ നേരെ വരുന്നത് ഇതിൻ്റെ അപ്പർ ലിവിങ് സ്പേസിലേക്കാണ്. നല്ലൊരു ലെങ്തി ആയിട്ടുള്ള ഒരു അപ്പർ ലിവിങ് സ്പേസാണ് നമുക്ക് കിട്ടുന്നത്. സെയിം ടൈൽ പാറ്റേൺ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പർ ലിവിങ് സ്പേസിൻ്റെ മെയിൻ ഭാഗത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ കിഴക്ക് ഭാഗത്ത് 2 പാളി വിൻഡോയുടെ സൗകര്യം വരുന്നുണ്ട്. തെക്ക് ഭാഗത്തായിട്ട് 3 പാളി വിൻഡോയുടെ സൗകര്യങ്ങൾ വരുന്നുണ്ട്. നല്ല രീതിയിൽ TV യൂണിറ്റുകൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നല്ലൊരു സ്റ്റോറേജ് സ്പേസുകൾ കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ബിഹൈൻഡിലായിട്ട് വാൾപേപ്പറിൻ്റെ വർക്കുകൾ വരുന്നുണ്ട്. നല്ല രീതിയിൽ ഫോൾ സീലിംഗ് വർക്കുകളും LED ലൈറ്റിങ്ങുകൾ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഭിത്തിയുടെ പാസേജിലായിട്ടൊരു പാനലിംഗ് വർക്കുകൾ കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ മുകളിലത്തെ നിലയിലെ 3ാമത്തെ ബെഡ്റൂം സ്പേസിൽ വന്നു കഴിഞ്ഞാൽ തെക്ക് പടിഞ്ഞാറ് മൂലയിൽ കന്നിമൂലയിലായിട്ടാണ് ബെഡ്റൂമിൻ്റെ സ്ഥാനം വരുന്നത്. ഏകദേശം 145ഓളം സ്ക്വയർ ഫീറ്റ് ബെഡ്റൂം തന്നെയാണിത്. നമുക്ക് തെക്ക് ഭാഗത്തായിട്ടൊരു 3 പാളി വിൻഡോയുടെ സൗകര്യം വരുന്നുണ്ട്. പടിഞ്ഞാറ് ഭാഗത്തും 2 പാളി വിൻഡോ കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. നല്ല രീതിയിൽ ഫോൾ സീലിംഗ് വർക്കുകളും LED ലൈറ്റിങ്ങുകളും കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ വാൾഡ്രോബ് സൗകര്യങ്ങൾ വരുന്നത് ഈ ഭാഗത്താണ്. നല്ല രീതിയിൽ സ്റ്റോറേജ് സ്പേസുകൾ കിട്ടുന്നുണ്ട്. ഒരു വുഡൻ കളർ പാറ്റേണിലാണ് അതിൻ്റെ കളർ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. ഒരു ഡ്രസ്സിംഗ് മിററിൻ്റെ സൗകര്യം താഴെയായിട്ട് ഷെൽഫുകളും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ അറ്റാച്ച്ഡ് ബാത്റൂമിലേക്ക് എത്തിക്കഴിഞ്ഞാൽ സെറയുടെ തന്നെ ഒരു സിംഗിൾ പീസ് ക്ലോസറ്റ് കൊടുത്തിട്ടുണ്ട്. ഒരു ഡൈവേർട്ടറും സ്പൗട്ടും റെയിൻ ഷവറും കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട്. അവിടെ നിന്ന് നമ്മൾ നേരെ വരുന്നത് മുകളിലത്തെ നിലയിലെ 4ാമത്തെ ബെഡ്റൂം സ്പേസിലാണ് വരുന്നത്. ഏകദേശം 140ഓളം സ്ക്വയർ ഫീറ്റ് വരുന്നൊരു ബെഡ്റൂം സ്പേസ് തന്നെയാണ് വരുന്നത്. വടക്ക് ഭാഗത്തായിട്ടാണ് വരുന്നത്. വടക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ടാണ് ബെഡ്റൂമിൻ്റെ സ്ഥാനം വരുന്നത്. വടക്ക് ഭാഗത്ത് 2 പാളി വിൻഡോയുടെ സൗകര്യം വരുന്നുണ്ട്. ഇവിടെ ഒരു ഡ്രസ്സിംഗ് മിററിൻ്റെ സൗകര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ബിഹൈൻഡിലായിട്ട് വാൾപേപ്പർ കൊടുത്തിട്ടുണ്ട്.
ഇവിടെയായിട്ട് വാൾഡ്രോബ് സൗകര്യങ്ങൾ നല്ല സ്പേഷ്യസ് ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. പടിഞ്ഞാറ് ഭാഗത്തായിട്ടും ഒരു 3 പാളി വിൻഡോയുടെ സൗകര്യങ്ങൾ കാറ്റും വെളിച്ചവും കിട്ടാൻ ഭാഗത്തിന് കൊടുത്തിട്ടുണ്ട്. നല്ല രീതിയിൽ ഫോൾ സീലിംഗ് വർക്കുകളും LED ലൈറ്റിങ്ങുകളും നമുക്ക് ഈ ഭാഗത്തും കാണാൻ പറ്റുന്നുണ്ട്. ഇനി നമ്മൾ അറ്റാച്ച്ഡ് ബാത്റൂമിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഒരു വെറ്റ് ആൻഡ് ഡ്രൈ പ്രിൻസിപ്പിളുള്ള ഒരു ബാത്റൂം സ്പേസ് തന്നെയാണ് നമുക്കിവിടെ കിട്ടുന്നത്. സെറയുടെ തന്നെ സിംഗിൾ പീസ് ക്ലോസറ്റും ഡൈവേർട്ടറും സ്പൗട്ടും റെയിൻ ഷവറും വാഷ് കൗണ്ടറും എല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അവിടെ നിന്ന് നമ്മൾ നേരെ പോകുന്നത് ഈ വീടിൻ്റെ യൂട്ടിലിറ്റി സ്പേസിലേക്കാണ് പോകുന്നത്. ഒരു മാറ്റ് ഫിനിഷ് ടൈലാണ് ഫ്ലോറിലായിട്ട് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. വാഷിംഗ് മെഷീൻ വയ്ക്കാനുള്ള പ്ലഗ് പോയിൻറ്റ്സും ടാപ്പ് പോയിൻറ്റും ഡ്രെയിനേജും കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട്. ഷീറ്റ് റൂഫ് ചെയ്തിട്ടാണ് ഈ ഒരു ഏരിയ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇവിടെ വന്നിട്ട് നമുക്ക് ഒരു ഇൻഡസ്ട്രിയൽ സ്റ്റെയർ വഴി നമുക്ക് ടെറസിലേക്ക് പോകാനുള്ള സൗകര്യങ്ങൾ ബിൽഡർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഷീറ്റ് സ്ലൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നേരെ മുകളിലേക്ക് കയറി പോകാവുന്ന സൗകര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. മുകളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അത്യാവശ്യം വലിയൊരു പ്ലെയിൻ ആയിട്ടുള്ള ടെറസ് നമുക്ക് അവൈലബിൾ ആണ്. അവിടെ വന്നിട്ട് നമ്മൾ നേരെ വരുന്നത് ഈ വീടിൻ്റെ ബാൽക്കണി ഏരിയയിലേക്കാണ്. ഡോർ തുറന്ന് നമ്മൾ നേരെ വരുന്നത് ഈ വീടിൻ്റെ ബാൽക്കണി സ്പേസിലേക്കാണ് വരുന്നത്. ഈ ഒരു ഏരിയ കോൺക്രീറ്റ് റൂഫ് തന്നെയായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ആയിട്ട് ചെറിയൊരു ബാൽക്കണി സ്പേസ്, നമുക്ക് സിറ്റിംഗ് സ്പേസ് ഒക്കെ അറേഞ്ച് ചെയ്തിട്ട് ഇവിടെ നമുക്ക് വരുന്നുണ്ട്. ഇനി അഡീഷണൽ ബാൽക്കണിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഓപ്പൺ ബാൽക്കണി ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇതൊക്കെ നമുക്ക് റൂഫ് ചെയ്ത് ഗ്ലാസ് ടോപ്പൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന സൗകര്യങ്ങളുണ്ട്. ഒരു 8-10 ചെയറൊക്കെ ഇട്ടിരിക്കാൻ പറ്റുന്ന സൗകര്യങ്ങൾ നമുക്ക് വരുന്നുണ്ട്. നമുക്ക് ഹാൻഡ് റെയിലിന് കൊടുത്തിരിക്കുന്ന ടഫൻ ഗ്ലാസ്സിൽ സ്റ്റീലിൻ്റെ ടോപ്പാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഏകദേശം ഒരു 8-10 പേർക്കൊക്കെ ഇരുന്ന് കാറ്റും വെളിച്ചവും കിട്ടാൻ പറ്റുന്ന ഒരു സൗകര്യം നമുക്ക് ഈ ബാൽക്കണിയിൽ നമുക്ക് അവൈലബിൾ ആണ്. എറണാകുളം ജില്ലയിൽ കിഴക്കമ്പലത്ത് നിന്ന് പുക്കാട്ടുപടിയിലേക്ക് പോകുന്ന സെൻട്രൽ ബൈപ്പാസ് റോഡിൽ നിന്ന് വളരെ അടുത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു വില്ല കമ്മ്യൂണിറ്റിയിൽ വരുന്ന ഒരു 4 BHK ബഡ്ജറ്റ് വീടിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ കണ്ടു കഴിഞ്ഞത്. നമുക്ക് ഇവിടെ വന്നിട്ട് കാക്കനാട് ഇൻഫോ പാർക്കിലേക്കും എടപ്പള്ളി ലുലു മാളിലേക്കും പുക്കാട്ടുപടി ടൗണിലേക്കും കിഴക്കമ്പലത്തേക്കും തൃപ്പൂണിത്തുറയിലേക്കും എല്ലാം വളരെ ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ലൊക്കേഷനിൽ കൂടിയാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. ഇനി നമുക്ക് വീടിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വന്നു കഴിഞ്ഞാൽ 4,400 സെൻറ്റിലായിട്ട് 1,900 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം അറ്റാച്ച്ഡ്, കൂടാതെ യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യത്തോടു കൂടി ഒരേ സമയം 2 വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ പറ്റുന്ന ഈ വീടിന് ബിൽഡർ ആവശ്യപ്പെടുന്നത് 76 ലക്ഷം രൂപയാണ്. വില തികച്ചും നെഗോഷ്യബിളാണ്. കൂടാതെ എല്ലാ ബാങ്കുകളിൽ നിന്നുള്ള ലോൺ സൗകര്യവും ലഭ്യമാണ്. ഈ വീട് കാണുന്നതിനോ ഓണറുമായിട്ട് നേരിട്ട് സംസാരിക്കുന്നതിനോ ഞങ്ങളുടെ സ്ക്രീനിൻ്റെ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്.